Dear students, welcome to Learner's World. In this video, I'm going to talk about a short film, The Day I Became a Woman by Mazia Makmalbaf. FUGP Semester 4, BSc Humanities and Other BA Programs, Calcutta University. Summary of The Day I Became a Woman is a powerful Iranian film directed by Marzia Makmalbaf. The film presents three connected stories about women at different stages of life: ചൈൽഡ്ഹുഡ്, യൂത്ത് ആൻഡ് ഓൾഡ് ഏജ്. അപ്പോൾ ഇതൊരു ഫിലിമാണ്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മർസിയ മക്മൽബഫ് ആണ്. ഒരു ഇറാനിയൻ ഫിലിമാണ്. അപ്പോൾ ഇതിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അവരുടെ ജീവിതത്തിലെ കുട്ടിക്കാലം, യൗവനം, അതുപോലെ വാർദ്ധക്യം, ഈ 3 സ്റ്റേജുകളും നമുക്ക് കാണാൻ കഴിയും. സെറ്റ് ഓൺ Kish Island, the film uses simple storytelling, strong symbols and poetic images to show how society controls and restricts women. അപ്പോൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് കിഷ് ഐലൻഡിലാണ്. ഒരു സിമ്പിൾ സ്റ്റോറി ടെല്ലിംഗ് ആണ് ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ സ്ട്രോങ് സിമ്പിൾസ് ഉപയോഗിച്ചിട്ടുണ്ട്, പോയറ്റിക് ഇമേജസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. സമൂഹം എങ്ങനെയാണ് സ്ത്രീകളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇമേജറിയും സിമ്പിൾസൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ത്രൂ ദ ക്യാരക്ടേഴ്സ് ഹവ, അഹു ആൻഡ് ഹൂര, ദ ഫിലിം എക്സ്പ്ലോർസ് തീംസ് ഓഫ് ജെൻഡർ ഇൻഇക്വാലിറ്റി, ഫ്രീഡം ആൻഡ് സൈലൻറ്റ് റെസിസ്റ്റൻസ്. അപ്പോൾ ഈ 3 സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ, ഹവ, അഹു, ഹൂറ, ഈ 3 കഥാപാത്രങ്ങളിലൂടെ അതിൻ്റെ തീം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതായത് ജെൻഡർ ഇൻഇക്വാലിറ്റി, അതുപോലെ ഫ്രീഡം, സൈലൻറ്റ് റെസിസ്റ്റൻസ്, ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദ ഫസ്റ്റ് സ്റ്റോറി ഈസ് അബൌട്ട് ഹവ, എ യങ് ഗേൾ ഹൂ ടേൺസ് 9 years old. ആദ്യത്തെ കഥ എന്ന് പറയുന്നത് 3 സ്റ്റോറികളാണ്, കണക്റ്റഡ് ആയിട്ടുള്ള 3 ക്യാരക്ടേഴ്സ്. ആദ്യത്തെ കഥയിൽ ഹവയാണ് ക്യാരക്ടറായിട്ട് വരുന്നത്. അവൾക്ക് 9 വയസ്സായ ആ ഒരു ദിവസം. അക്കോർഡിംഗ് ടു ഇറാനിയൻ റിലീജിയസ് ലോ, ദിസ് ഈസ് ദ ഏജ് വെൻ എ ഗേൾ ഈസ് കൺസിഡേർഡ് എ വുമൺ. അപ്പോൾ ഇറാനിയൻ ലോ വെച്ചിട്ട്, ഇറാനിലെ മതപരമായിട്ടുള്ള നിയമം അനുസരിച്ച് ഒരു 9 വയസ്സായ പെൺകുട്ടി എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് അവൾ ഒരു സ്ത്രീയായി മാറി എന്നുള്ളതാണ്. ഓൺ ദ മോർണിംഗ് ഓഫ് ഹർ ബർത്ത്ഡേ, ഹർ മദർ ആൻഡ് ഗ്രാൻഡ് മദർ ടെൽ ഹർ ദാറ്റ് ഷീ ക്യാൻ നോ ലോങ്ങർ പ്ലേ വിത്ത് ബോയ്സ് ആൻഡ് മസ്റ്റ് ബിഗിൻ വെയറിങ് ദ ചാഡർ. അപ്പോൾ അവൾക്ക് 9 വയസ്സായ ആ ഒരു ബർത്ത്ഡേ, അവളുടെ ജന്മദിനത്തിൻ്റെ ആ ഒരു ദിവസം അവളുടെ അമ്മയും ഗ്രാൻഡ് മദറൊക്കെ പറയുന്നുണ്ട്, ഇന്ന് മുതൽ നീ ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് തന്നെ നീ ഇനി ബോയ്സുമായിട്ട് സംസാരിക്കാൻ പാടില്ല, അവരുമായിട്ട് കളിക്കാൻ പാടില്ല. അതുപോലെ ഇന്ന് മുതൽ നീ ചാഡർ മീൻസ് ഒരു ലോങ്, ഇറാനിലെ ഒരു മതപരമായിട്ടുള്ളൊരു ഡ്രസ്സാണ്. ലോങ് ലൂസായിട്ടുള്ള നല്ല ലെങ്ത്തുള്ള ഒരു ബ്ലാക്ക് കളറിലുള്ള ഡ്രസ്സാണിത്. അത് ധരിക്കണം എന്ന് പറയുന്നുണ്ട്. അവ ഈസ് കൺഫ്യൂസ്ഡ് ആൻഡ് അപ്സെറ്റ് ബിക്കോസ് ഷീ സ്റ്റിൽ ഫീൽസ് ലൈക്ക് എ ചൈൽഡ്. പക്ഷേ ഇത് ഹവക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, കാരണം അവളിപ്പോഴും ഒരു കുട്ടിയാണ്. വെൻ ഷീ റിയലൈസസ് ദാറ്റ് ഷി വാസ് ബോൺ അറ്റ് നോൺ, ഷീ ആർഗ്യൂസ് ദാറ്റ് ഷീ സ്റ്റിൽ ഹാസ് 1 more hour ഓഫ് ചൈൽഡ്ഹുഡ് ലെഫ്റ്റ്. അപ്പോൾ ഹവ പറയുന്നുണ്ട്, ഞാനിപ്പോഴും ഒരു കുട്ടിയാണ്, എനിക്ക് 9 വയസ്സ് തികയാണെങ്കിൽ ഇനി 1 മണിക്കൂർ ബാക്കിയുണ്ട്, അതുവരെ ഞാനിപ്പോഴും ഒരു കുട്ടി തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മദർ അഗ്രീസ് ആൻഡ് ഗിവ്സ് ഹർ എ സ്റ്റിക്ക് ടു മെഷർ ടൈം ബൈ ഇറ്റ്സ് ഷാഡോ. അപ്പോൾ അമ്മ അത് സമ്മതിക്കുന്നുണ്ട്. അമ്മ പറയുന്നുണ്ട്, നിഴൽ മാറുന്നതിന് നീ ഒന്ന് ചെക്ക് ചെയ്യ്, അങ്ങനെ നീ ജനിച്ച ആ ഒരു ദിവസം സമയം വരെ നിനക്ക് നിൻ്റെ കുട്ടിക്കാലം അനുഭവിക്കാം എന്ന് പറയുന്നുണ്ട്. അവ യൂസസ് ഹർ ലാസ്റ്റ് അവർ ഓഫ് ഫ്രീഡം ടു വിസിറ്റ് ഹർ ഫ്രണ്ട് അസൻ. അപ്പോൾ തൻ്റെ കുട്ടിക്കാലം അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ കുട്ടിക്കാലം അവസാനിക്കാൻ പോകുന്നതിന് മുമ്പ് അവൾക്ക് 1 മണിക്കൂർ ബാക്കിയുള്ളൂ. അതിനുശേഷം അവളൊരു സ്ത്രീയായിട്ട് മാറുകയാണ്. അപ്പം തൻ്റെ കുട്ടിക്കാലം അവസാനിക്കാൻ പോകുന്നതിന് മുമ്പ് അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിട്ടുള്ള ഹസനെ കാണാൻ പോവുകയാണ്. ഷി ബൈ സ്വീറ്റ്സ് ഫോർ ഹിം ആൻഡ് ഷെയർസ് എ ലോലിപോപ്പ് ത്രൂ ഹിസ് വിൻഡോ. അപ്പോൾ ഹസനെ നേരിട്ട് കാണരുത് എന്ന് അമ്മയും ഗ്രാൻഡ് മദറൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ലോലിപോപ്പ് വാങ്ങിയിട്ട് ജനലിൻ്റെ ഉള്ളിലൂടെയാണ് ഹസൻ അത് ഷെയർ ചെയ്യുന്നത്. Their innocent friendship shows the purity of childhood.
അപ്പോൾ അവരുടെ നിഷ്കളങ്കമായിട്ടുള്ള ആ ഒരു സൗഹൃദം കുട്ടിക്കാലത്തെ ആ ഒരു പ്യൂരിറ്റിനെയാണ് കാണിക്കുന്നത്. വെൻ ദ ഷാഡോ ഡിസപ്പിയേഴ്സ് ആൻഡ് നൂൺ അറൈവ്സ് ഹർ മദർ കവേഴ്സ് ഹർ വിത്ത് ദ ഷാഡോ. അങ്ങനെ നിഴൽ മാറി ആഫ്റ്റർനൂൺ ആയ സമയത്ത് ആണ് അവൾ ബോൺ ചെയ്യുന്നത്. അവളുടെ കുട്ടിക്കാലം അവസാനിച്ച് അവൾ ഒരു സ്ത്രീയായിട്ട് മാറുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. അമ്മ എന്ത് ചെയ്തു, അവളെ ചാഡർ മീൻസ് ഇറാനിലെ ഒരു മതപരമായിട്ടുള്ളൊരു ഡ്രസ്സാണ്. നല്ല ലെങ്ത്തുള്ള ഒരു കറുപ്പ് നിറത്തിലുള്ള ഫുൾ ബോഡി കവേർഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അത് ധരിപ്പിച്ചു. വെൻ ദ ഷാഡോ ഡിസപ്പിയേഴ്സ് ആൻഡ് നൂൺ അറൈവ്സ് മദർ കവേഴ്സ് ഹർ വിത്ത് ദ ചാഡർ. അറ്റ് ദാറ്റ് മൊമെൻറ്റ് ഹർ ജോയ്ഫുൾ ആൻഡ് ഓപ്പൺ വേൾഡ് എൻഡ്സ്. ആ ഒരു നിമിഷം അവളുടെ സന്തോഷകരമായിട്ടുള്ള അവൾക്ക് മുന്നിൽ തുറന്ന് കൊടുത്തിട്ടുള്ള ആ ഒരു കുട്ടിക്കാലം അവിടെ അവസാനിക്കുകയാണ്. ചേഞ്ച് ഇൻ എ വുമൺ ഈസ് നോട്ട് നാച്ചുറൽ ബട്ട് ഫോഴ്സ്ഡ് ബൈ സൊസൈറ്റീസ് റൂൾസ് ഷോയിങ് ഹൗ ചൈൽഡ്ഹുഡ് ഈസ് സഡൻലി ടേക്കൺ അവേ. അപ്പോൾ അവളുടെ മുമ്പിലുള്ള ആ ഒരു കുട്ടിക്കാലം അവസാനിച്ചു. ഒരു ഗേളിൽ നിന്ന് ഒരു വുമണിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു. ഇത് ആരും നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒന്നല്ല, പകരം സമൂഹം ഫോഴ്സ്ഫുള്ളി നടത്തുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. അതോടുകൂടി അവളുടെ ചൈൽഡ്ഹുഡ് ലൈഫ് അവസാനിക്കുകയാണ്. സെക്കൻഡ് സ്റ്റോറി ഫോക്കസ് ഓൺ അഹു, യങ് മാരീഡ് വുമൺ പാർട്ടിസിപ്പേറ്റ് ഇൻ എ ബൈസിക്കിൾ റൈസ് അലോങ് ദ സീഷോർ. രണ്ടാമത്തെ കഥ എന്ന് പറയുന്നത്, അതിലെ ക്യാരക്ടറാണ് അഹു എന്ന് പറയുന്നത്. ഒരു യങ് മാരീഡ് വുമണാണ്, വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയാണ്, ഒരു പെൺകുട്ടിയാണ്. അവരൊരു ബൈസിക്കിൾ റൈസിൽ, ഒരു സൈക്കിൾ മത്സരത്തിൽ പങ്കെടുക്കുകയാണ് സീഷോറിൽ, കടൽ തീരത്ത്. ഷീ റൈഡ്സ് വിത്ത് എ ഗ്രൂപ്പ് ഓഫ് വുമൻ ഡ്രസ്ഡ് ഇൻ ബ്ലാക്ക് ചാഡേഴ്സ്. അപ്പോൾ അവളുടെ കൂടെ വേറെയും കുറേ സ്ത്രീകൾ ഈ ഒരു സൈക്കിൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരൊക്കെ ഷാഡറാണ്, അതായത് ഈ ബ്ലാക്ക് കളറിലുള്ള ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. ഹർ ഹസ്ബൻഡ് അപ്പിയേഴ്സ് ഓൺ ഹോഴ്സ് ബാക്ക് ആൻഡ് ഡിമാൻഡ്സ് ദാറ്റ് ഷീ സ്റ്റോപ്പ് ബിക്കോസ് ഹി ബിലീവ്സ് ഹർ ആക്ഷൻ ഇസ് ഷെയിംഫുൾ. അങ്ങനെ ഈ അഹുവിൻ്റെ ഹസ്ബൻഡ് ഇവളെ ഒരു ഹോഴ്സിൻ്റെ പുറത്ത് ഇവളെ ഫോളോ ചെയ്തിട്ട് പറയുന്നുണ്ട്, നീ ചെയ്യുന്ന പ്രവൃത്തി എനിക്ക് അപമാനകരമാണ്, അതുകൊണ്ട് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. അഹു ഡസ് നോട്ട് ആർഗ്യൂ, ഷീ കണ്ടിന്യൂസ് റൈഡിങ് സൈലൻ്റ്ലി. അപ്പോൾ ഭർത്താവിനോട് തർക്കിക്കാൻ നിൽക്കാതെ അവൾ വളരെ നിശബ്ദമായിട്ട് അവളുടെ പ്രവൃത്തി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡ് ബ്രിങ്സ് എ മുല്ല ഹു പ്രൊനൗൺസസ് എ ഡിവോഴ്സ് ബിസൈഡ് ഹർ ബട്ട് ഷീ കീപ് സൈക്ലിംഗ്. അങ്ങനെ ഹസ്ബൻഡ് ഒരു പണ്ഡിതനെ കൂടെ കൊണ്ടുവന്ന് ഡിവോഴ്സ് തൊലാക്ക് ചൊല്ലുകയാണ്. പക്ഷേ ഈ അവളുടെ പിറകെ പോയിട്ട് തൊലാക്ക് ചെല്ലുന്നുണ്ട്. പക്ഷേ അവൾ എന്ത് ചെയ്യുന്നുണ്ട്, അവളതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ലേറ്റർ ട്രൈബൽ എൽഡേഴ്സ് ആൻഡ് ഹർ ബ്രദേഴ്സ് ഓൾസോ ട്രൈ ടു സ്റ്റോപ്പ് ഹർ, സെയിങ് ഷീ ഈസ് ഡിസോണറിങ് ദ ഫാമിലി. പിന്നീട് അവിടുത്തെ ഗോത്രവർഗത്തിലുള്ള വലിയ മുതിർന്ന ആളുകളും അവളുടെ ബ്രദേഴ്സൊക്കെ അവളോട് സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്, നീ സൈക്കിൾ റൈഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യണം, അത് നമ്മുടെ കുടുംബത്തിന് അപമാനകരമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവൾ അപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ അതിനൊന്നും പ്രതികരിക്കുന്നില്ല, അവൾ സൈലൻ്റായിട്ട് കണ്ടിന്യൂ ചെയ്യാണ്. ഫൈനലി ഹർ ബ്രദേഴ്സ് ഫോഴ്സ് ഹർ സ്റ്റോപ്പ് ആൻഡ് ടേക്ക് അവേ ഹർ ബൈസിക്കിൾ. അവസാനം അവളുടെ ബ്രദേഴ്സ് എന്ത് ചെയ്തു, അവളുടെ സൈക്കിൾ വാങ്ങി അവളെ റൈഡ് സ്റ്റോപ്പ് ചെയ്തു. ഇൻ ദി സ്റ്റോറി ദ ബൈസിക്കിൾ ബിക്കംസ് എ സിംബൽ ഓഫ് ഫ്രീഡം ആൻഡ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഈ ഒരു കഥയിൽ ബൈസിക്കിൾ റൈഡിങ് എന്ന് പറയുന്നത്, സൈക്കിൾ മത്സരത്തിൽ അവൾ സൈക്കിൾ ഓടിക്കുക എന്ന് പറയുന്നത് അവളുടെ ഫ്രീഡത്തിനെയും അവളുടെ ഇൻഡിപെൻഡൻസിനെയും ഒക്കെയാണ് സിംബലൈസ് ചെയ്യുന്നത്. ഹൂസ് സൈലൻസ് ഈസ് പവർഫുൾ, ഷീ ഡസ് നോട്ട് ഷൗട്ട് ഓർ പ്രൊട്ടസ്റ്റ് ലൗഡ്ലി, എറ്റ് ഹെർ സ്റ്റഡി പെഡലിംഗ് ഷോസ് ഹർ കറേജ്. അതായത് ഈ അഹു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്യാരക്ടറിൻ്റെ സൈലൻസ് വളരെ പവർഫുള്ളാണ്. അവളൊരിക്കലും മറ്റുള്ളവരോട് പ്രതികരിക്കാൻ നിൽക്കുന്നില്ല, അവളുടെ ആ ഒരു കറേജാണ് അവളുടെ സൈലൻസ് എന്ന് പറയുന്നത്. ദ ഓപ്പൺ സീ ആൻഡ് വൈഡ് റോഡ് കോൺട്രാസ്റ്റ് വിത്ത് ദ നാരോ തിങ്കിങ് ഓഫ് സൊസൈറ്റി, ഹൈലൈറ്റിംഗ് ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഫ്രീഡം ആൻഡ് കൺട്രോൾ. അതുപോലെ തന്നെ ഈ ഓപ്പൺ സീ, സമുദ്രം, ഇങ്ങനെ തുറന്നു നിൽക്കുന്ന സമുദ്രവും വലിയ ആ റോഡും ഒക്കെ ഈ സമൂഹത്തിൻ്റെ ഇടുങ്ങിയ ചിന്താഗതിക്ക് ഒരു വിപരീതമായിട്ടുള്ള പ്രതീകമായിട്ടാണ് ഇതിൽ കണക്കാക്കുന്നത്. ദ ഫൈനൽ സ്റ്റോറി ഇസ് അബൌട്ട് ഹൂറ, അൻ എൽഡർലി വുമൺ ഹു ഹാസ് ഇൻഹെറിറ്റഡ് മണി. മൂന്നാമത്തെ സ്റ്റോറിയിലെ കഥാപാത്രം എന്ന് പറയുന്നത് ഹൂറയാണ്. അവരൊരു വൃത്തിയായിട്ടുള്ള ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവൾക്ക് ഇപ്പോഴാണ് അവൾക്ക് പാരമ്പര്യമായിട്ട് അവൾക്ക് പണവും സ്വത്തൊക്കെ കിട്ടുന്നത്.
ഷി അറൈവ്സ് ഇൻ ദ മാർക്ക് പ്ലേസ് ഡിറ്റർമൈൻഡ് ടു ബൈ എവറിത്തിങ് ഷി വാസ് ഡിനൈഡ് ഇൻ ഹെർ യൂത്ത്. അപ്പോൾ അവളുടെ യൗവനത്തിൽ അവൾ ആഗ്രഹിച്ച സാധനങ്ങളൊന്നും അവൾക്ക് അന്ന് വാങ്ങാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്ന് അവളൊരു മിഡിൽ ഏജ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് അവൾക്ക് അവളുടെ പണവും എല്ലാം കിട്ടുന്നത്. അപ്പോൾ അവളെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഷീ പർച്ചേസസ് ഫർണിച്ചർ, ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് ആൻഡ് അതർ ഐറ്റംസ്. ടൈം ത്രെഡ്സ് ടു ഹർ ഫിംഗേഴ്സ് റിമെമ്പർ ഹർ ലിസ്റ്റ്. അങ്ങനെ അവൾ ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി ഒരുപാട് ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ട് അവൾ പോവുകയാണ്. ഫർണിച്ചർ, ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് തുടങ്ങിയിട്ടുള്ള ഐറ്റംസൊക്കെ. ഷീ ഹയേഴ്സ് എ യങ് ബോയ്സ് ടു ഹെൽപ്പ് ക്യാരി ഹെർ ബിലോങ്ങിങ്സ് ടു ദ ബീച്ച്. അപ്പോൾ ഈ ഒരു അവൾ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് ബോയ്സിനെ ഹെൽപ്പിന് വിളിക്കുന്നുണ്ട്. ദ ഷീ അറേഞ്ചസ് ഓൾ ദ ഐറ്റംസ് ഓൺ ദ സാൻഡ് ആസ് ഇഫ് ബിൽഡിംഗ് ദ ഹോം ഷീ നെവർ ഹാഡ്. അങ്ങനെ അവൾ വാങ്ങിച്ച എല്ലാ ഐറ്റംസും ആ ഒരു മണലിൽ നിരത്തി വെക്കുന്നുണ്ട്. ആ സമയത്ത് അവൾ ഇങ്ങനെ സങ്കല്പിച്ച് നോക്കുകയാണ് താൻ പണിയാൻ ആഗ്രഹിച്ചിരുന്ന വീടിനെ കുറിച്ചിട്ട്. വീട് പണിതിട്ടില്ല. ഒരു കാലത്ത് പണിയാൻ ആഗ്രഹിച്ചിരുന്നു യൗവനകാലത്ത്, പക്ഷെ അത് പണിതിട്ടില്ല. അതിനെക്കുറിച്ചിട്ട് അവൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. Though the scene appears strange and slightly humorous, it carries deep sadness. അപ്പോൾ ഈ ഒരു സീനൊക്കെ കണ്ടാൽ കുറച്ച് ഹ്യൂമറസ് ആയിട്ട് തോന്നെങ്കിലും ഇതൊക്കെ ഒരു അവളുടെ സാഡ്നെസ്സാണ് കാണിക്കുന്നത്. അതായത് അവളുടെ യൗവനകാലത്ത് അവൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊന്നും അവൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അവൾ വാർദ്ധക്യത്തിലെത്തി. ഇപ്പോഴാണ് അവൾ അതൊക്കെ ചെയ്യുന്നത്. Hura reveals that she once loved a man who did not marry her and she never experienced family life or motherhood. അവളിങ്ങനെ ഓർക്കുകയാണ്, ഒരിക്കൽ ഞാൻ ഒരാളെ സ്നേഹിച്ചിരുന്നു, അയാൾ എന്നെ കല്യാണം കഴിച്ചില്ല, അതുകൊണ്ട് തന്നെ എനിക്കൊരു ഫാമിലി ലൈഫോ അല്ലെങ്കിൽ എനിക്കൊരു അമ്മയാവാനുള്ള ആഗ്രഹമോ ഒന്നും സാധിച്ചില്ല. She even asks one of the boys if she can adopt him, but he gently refuses. Her desire is not only for material things but for love, belonging and emotional fulfillment. അപ്പോൾ അവളൊരു ആൺകുട്ടീനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നെ ദത്തെടുക്കട്ടെ എന്ന്. പക്ഷേ ആ കുട്ടി അത് നിരസിക്കുന്നുണ്ട്. അവൾക്ക് ഇപ്പോൾ ആവശ്യം മെറ്റീരിയൽ ലൈഫല്ല, ഈ മെറ്റീരിയൽ ബിലോങ്ങിങ്സ് അല്ല, ഈ ഒരു ഐറ്റംസ് ഒന്നും അല്ല. അവൾക്കിപ്പോൾ ആവശ്യം ലവ്, ബിലോങ്ങിങ്, ഇമോഷണൽ ഫുൾഫിൽമെൻ്റ് ഒക്കെയാണെന്നാണ് പറയുന്നത്. In the final scene, she and her belongings are placed on rafts and pushed toward a distant ship. As she floats away, Havana, who stand on the shore watching, the raft symbolizes escape, freedom, or perhaps a final dream that remain uncertain. അങ്ങനെ അവളെ ആ ഒരു തോണിയിൽ അവളുടെ സാധനങ്ങളൊക്കെ ആക്കി അവളിങ്ങനെ ആ ഒരു ഇങ്ങനെ തോണി ഇങ്ങനെ തുഴഞ്ഞ് ഇങ്ങനെ ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കടലിൻ്റെ തീരത്ത് ആരുണ്ട്? മറ്റ് രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഹവയും അഹുവും ഇങ്ങനെ ചാഡർ ധരിച്ചിങ്ങനെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. ത്രൂ ദീസ് 3 സ്റ്റോറീസ് ദ ഫിലിം ഷോസ് ദാറ്റ് വുമൻ ഫേസ് റെസ്ട്രിക്ഷൻസ് അറ്റ് എവറി സ്റ്റേജസ് ഓഫ് ലൈഫ്. അപ്പോൾ ഈ ഒരു 3 ക്യാരക്ടറിലൂടെ ഹവ, അഹു ആൻഡ് ഹാരു, ഈ 3 ക്യാരക്ടറിലൂടെ എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ, അതായത് അവരുടെ കുട്ടിക്കാലം, അവരുടെ യൗവനം, അവരുടെ വാർദ്ധക്യം, ഓൾഡ് ഏജ്, ഇതിൽ സമൂഹം എത്രത്തോളം അവരെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഇത് നമുക്ക് കാണാൻ കഴിയും. ചൈൽഡ്ഹുഡ് എൻഡ്സ് ടു സൂൺ, യൂത്ത് ഈസ് കൺട്രോൾഡ് ബൈ മെയിൽ അതോറിറ്റി ആൻഡ് ഓൾഡ് ഏജ് ഈസ് ഫിൽഡ് വിത്ത് റിഗ്രറ്റ് ഫോർ ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ്. ചൈൽഡ്ഹുഡ് പെട്ടെന്ന് തീർന്നു പോയി. ഹവൻ്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു. പിന്നീട് അഹുവിൻ്റെ കാര്യത്തിൽ അവളുടെ യൗവനം ഭർത്താവിൻ്റെ അധീനതയിൽ ഹോമിക്കപ്പെടേണ്ട ഒരു സാഹചര്യം. അവളുടെ പിന്നീട് ഹാരുവിൻ്റെ ഓൾഡ് ഏജ് കുറ്റബോധവും ഒന്നും നേടാൻ പറ്റാത്ത നിരാശയും പിന്നീട് യൗവനത്തിൽ അനുഭവിക്കാൻ പറ്റാതെ വാർദ്ധക്യത്തിൽ കിട്ടുന്ന കുറേ ഐറ്റംസ്, വാർദ്ധക്യത്തിലെ ഐറ്റംസ് അല്ല വേണ്ടത്, കുറച്ച് ലവും കുറച്ച് അഫെക്ഷനും ഇതൊക്കെയാണെന്ന് ആഗ്രഹിക്കുന്ന സമയം. The film suggests that freedom is always desired but rarely granted. Uses simple dialogue and powerful images, Margia McMelbuff present a quite a strong criticism of patriarchy. The film remains an important feminist work in world cinema because it speaks not only about Iranian women but about the universal struggle for dignity, choice and independence. അപ്പോൾ ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ഇമാജറി ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫിലിം നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു ഫെമിനിസ്റ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള ഒരു സിനിമയാണ്. ഇറാനിയൻ വുമനെ മാത്രമല്ല റെപ്രസെൻ്റ് ചെയ്യുന്നത്, ലോകത്തിലെ എല്ലാ സ്ത്രീകളെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സിനിമയാണിത്.